നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പിണറായി വിജയന് മുഖ്യമന്ത്രിയായി തുടരാൻ ധാർമ്മികാവകാശമില്ല എന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ RSP സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത കളക്ടറേറ്റ് ധർണയുടെ ഭാഗമായി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ പെൻഷൻ റിപ്പോർട്ട് തള്ളിക്കളയുക, നിർത്തലാക്കിയ DA പുനഃസ്ഥാപിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സുഹൃത്തുക്കളും സഹപാഠികളുമായ 5 ചിത്രകലാ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചിത്ര പ്രദർശനം ശ്രദ്ധയാകർഷിച്ചു. ആലപ്പുഴ നഗരചത്രത്തിലെ ലളിതകലാ അക്കാദമി ഹാളിലാണ് വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. KST ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തി. VP ചിത്തരഞ്ജൻ MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തട്ടാശ്ശേരി കടവിൽ ആറ്റുകൊഞ്ചിനെ നിക്ഷേപിച്ചു. വാർത്തകൾ വിശദമായി. പിണറായി വിജയന് മുഖ്യമന്ത്രിയായി തുടരാൻ ധാർമ്മിക അവകാശമില്ല എന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. RSP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ മാർച്ചും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന് മുഖ്യമന്ത്രിയായി തുടരാൻ ധാർമ്മിക അവകാശമില്ല എന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ RSP സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത കളക്ടറേറ്റ് ധർണയുടെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ രാജിവെക്കുമെന്നുള്ള ബോധ്യത്തിലൊന്നും അല്ലല്ലോ ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ധാർമ്മികമായി ഇനി ഒരു നിമിഷം തുടരാൻ അവകാശമില്ല. എന്താണ് ഒരു ജനാധിപത്യ ഗവൺമെന്റും ഒരു ഉദ്യോഗസ്ഥ ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം? ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിലയിലേക്കുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകാനാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഈ ജനാധിപത്യ ഗവൺമെന്റ് ഇല്ലെങ്കിലും ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ ഉദ്യോഗസ്ഥര് മതി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളുടെ മുമ്പിൽ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഓരോ ദിവസം കഴിയും തോറും ഗവേഷണം നടത്തുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ പിഴിയാം എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ ഗവൺമെന്റിൽ നിന്ന് അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ പലതുമുണ്ട്. ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ആ പദ്ധതികളുടെ ഭാഗമായിട്ടുണ്ടാകണം. ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിലയിൽ നിലപാട് സ്വീകരിച്ചു പോകാനാണ് ജനാധിപത്യ സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾക്ക് അനുകൂല വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന സർക്കാർ ഓരോ ദിവസവും ഗവേഷണം നടത്തുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ പിഴിയാം എന്നതാണെന്ന് ഷിബു ബേബി ജോൺ ആരോപിച്ചു. RSP കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K സണ്ണിക്കുട്ടി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് R ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് B രാജശേഖരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ N ഗോവിന്ദൻ നമ്പൂതിരി, P രാമചന്ദ്രൻ, C കൃഷ്ണചന്ദ്രൻ, UTUC ജില്ലാ സെക്രട്ടറി R ചന്ദ്രൻ, സുഷമ, P മോഹനൻ, CS രമേശൻ, R മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സഹകരണ പെൻഷൻ റിപ്പോർട്ട് തള്ളിക്കളയുക, നിർത്തലാക്കിയ DA പുനഃസ്ഥാപിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. സഹകരണ പെൻഷൻ റിപ്പോർട്ട് തള്ളിക്കളയുക, നിർത്തലാക്കിയ DA പുനഃസ്ഥാപിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ CITU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് H സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതു സാമൂഹ്യ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും എല്ലാ ഇടങ്ങളിലും ഇടപെടുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്തൊരു മേഖലയാണ്. ആ മേഖല ഇന്ന് കരുത്തോടെ നിലകൊള്ളുന്നതിന് അടിസ്ഥാനം നിങ്ങൾ ചെലവഴിച്ച അധ്വാനം കൂടിയാണ് എന്നതാണ് എന്റെ പ്രാധാന്യം. നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതകാലത്ത് നിങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ച അധ്വാനം, അതിനുവേണ്ടി ചെലവഴിച്ച സമയം, ഇതാകെ ചേർന്നാണ് നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഈ കരുത്ത് എന്ന് പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖല കൂടിയാണ്. അത് കേരളത്തിലെ ഈ സഹകരണ പ്രസ്ഥാനത്തിന് പ്രാധാന്യം കണക്കിലെടുത്ത് സാമ്പത്തികമായ പ്രാധാന്യമുണ്ട്, സാമൂഹ്യമായ പ്രാധാന്യമുണ്ട്.
അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വി എ സിദ്ധാർത്ഥൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. കാർഡ് ബാങ്ക് പ്രസിഡന്റ് സി കെ ഷാജി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി കൃഷ്ണമൂർത്തി, ആർ മധുകുമാർ, ജില്ലാ ഉപാധ്യക്ഷരായ കെ രാധമ്മ, കെ രാധാകൃഷ്ണൻ നായർ, ജില്ലാ ട്രഷറർ എം എ മോഹനൻ കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കെ വി സത്യൻ, എ ജെ എബ്രഹാം എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കെ മോഹനൻ ധർണയ്ക്ക് സ്വാഗതവും അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഡി രാജൻ നന്ദിയും പറഞ്ഞു. സുഹൃത്തുക്കളും സഹപാഠികളുമായ 5 ചിത്രകലാ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചിത്ര പ്രദർശനം ശ്രദ്ധയാകർഷിച്ചു. ആലപ്പുഴ നഗരചിത്രത്തിലെ ലളിതകലാ അക്കാദമി ഹാളിലാണ് വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയുടെ ആഘോഷരാവുകൾക്ക് നിറം പകരുന്ന ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. എസ് സ്കൂൾ ഓഫ് ആർട്സിലെ സഹപാഠികളും ചിത്രകലാ അധ്യാപകരുമായ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ചിത്ര പ്രദർശനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളായ 5 പേരുടെയും പേരിന്റെ ആദ്യാക്ഷരം ഉപയോഗിച്ച് ടീം ബ്ലസ്ഡ് എന്ന പേരിലാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനത്തിന് തുടക്കമായിരിക്കുന്നത്. പ്രദർശനത്തോടൊപ്പം ചിത്രങ്ങൾ ആവശ്യമുള്ളവർക്ക് വാങ്ങുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. ഇതിപ്പോൾ ഞങ്ങൾ 5 പേര് ചേർന്നിട്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടീം ബ്ലെസ്ഡ് എന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ പേരിൻ്റെ ഓരോ അക്ഷരം ആണ് ഞങ്ങൾ ബ്ലെസ്ഡ് എന്നും പറഞ്ഞ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതിൽ വിവിധ തരത്തിലുള്ള മീഡിയങ്ങളാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. പെൻസിലുണ്ട്, അക്രലിക് ഉണ്ട്, പിന്നെ ക്രയോൺസ്, ഓയിൽ പെയിൻറ്, അങ്ങനെ പല മീഡിയങ്ങളിലായിട്ട് ഗ്ലാസ് പെയിൻറ്റിങ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്കെല്ലാം കാണാനും അത് ഞങ്ങൾ വിൽപ്പനയ്ക്കുള്ള സാഹചര്യം കൂടെ ഈ കൂട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ബിജു തമ്പകച്ചുവട്, ലക്ഷ്മി പുത്തനമ്പലം, സീന തുമ്പോളി, സ്മിത ജോസഫ് പൂന്തോപ്പ്, ദിവ്യ കൊമ്മാടി എന്നീ ചിത്രകലാ അധ്യാപകരാണ് പ്രദർശനത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഡിസംബർ 19 ആരംഭിച്ച പ്രദർശനം ഈ മാസം 28 അവസാനിക്കുന്നത്. ദിവസവും രാവിലെ 11 മുതൽ വൈകിട്ട് 7 വരെ നടത്തുന്ന പ്രദർശനത്തിന്റെ പ്രവേശം തികച്ചും സൗജന്യമാണ്. നേരത്തെ സാമൂഹിക പ്രവർത്തകൻ കൂടിയായ പി അനിൽകുമാർ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. ആർ ഭുവനേന്ദ്രൻ, കെ എ അടൈക്കളം എന്നിവർ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. KST ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തി. പി ചിത്തരഞ്ജൻ MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. നിലപാട് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശം കൊടുത്തു, 1-2 ഫോട്ടോ വെച്ചോ, ഈ കാശ് വാങ്ങിയെങ്കിലും പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. ഞാനിത് തുടക്കത്തിൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ കാര്യത്തിന് വിളിച്ചിട്ട് ഇയാളെ തുടങ്ങിയത് വരെ ലൈഫിൻ്റെ വീടാണല്ലോ. നിങ്ങളായിട്ട് മാത്രമല്ല, സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ അധ്യാപക വൃത്തിയിലും മറ്റു മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഇന്ന് ജോലി ചെയ്യുന്ന ആരോഗ്യ വിദ്യാഭ്യാസ KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് ജൂലി എസ് ബിനു ധർണയിൽ അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിത, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിജോ ജോസഫ്, വൈസ് പ്രസിഡന്റ് PK ഉമാനാഥൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ആർ സതീഷ് കൃഷ്ണ, പി ബിനു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഉല്ലാസ് എന്നിവർ ധർണയിൽ സംബന്ധിച്ചു. തട്ടാശ്ശേരിക്കടവിൽ ആറ്റുകുഞ്ചിനെ നിക്ഷേപിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം 30,000 കുഞ്ചിനെയാണ് ആറ്റിൽ നിക്ഷേപിച്ചത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെയും കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പൊതുജലാശയങ്ങളിലെ മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി പ്രകാരം തട്ടാശ്ശേരിക്കടവിൽ 30,000-ഓളം ആറ്റുകുഞ്ചിനെ നിക്ഷേപിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ മത്സ്യവിത്ത് നിക്ഷേപ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യദാസ് ചടങ്ങിൽ അധ്യക്ഷനായി. ബ്ലോക്ക് ഡിവിഷൻ അംഗം സന്ധ്യ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്യാംകുമാർ ശങ്കരൻ എന്നിവർ സംസാരിച്ചു.
കാലാവസ്ഥാ വ്യതിയാനം, ജലമലിനീകരണം, അശാസ്ത്രീയ മത്സ്യബന്ധനം എന്നിവ മൂലം തദ്ദേശീയ മത്സ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് പൊതുജലാശയത്തിലെ മത്സ്യവിത്ത് നിക്ഷേപ പരിപാടി നടപ്പിലാക്കുന്നത്. ഫിഷറീസ് പ്രോജക്ട് കോർഡിനേറ്റർ സീമ, വേമ്പനാട് പ്രോജക്ട് കോർഡിനേറ്റർ ഷോൺ ശ്യാം സുധാകർ, അക്വാകൾച്ചർ പ്രൊമോട്ടർ കെ സുശീലൻ, മത്സ്യത്തൊഴിലാളികൾ, കർഷകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2 ദിവസങ്ങളിലായി പുന്നപ്രയിൽ നടന്നുവന്ന ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു. അമ്പലപ്പുഴ MLA H. സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച ജീവനക്കാർക്കുള്ള ആദരവും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനവും MLA വിതരണം ചെയ്തു. 2 ദിവസങ്ങളിലായി പുന്നപ്ര ഗ്രിഗോറിയൻ കൺവെൻഷൻ സെന്ററിൽ നടന്നുവരുന്ന ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു. തത്സമയ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലനം, ക്ഷീരവികസന സെമിനാർ, വിവിധ ധനസഹായ വിതരണം, കലാസദ്യ, ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല എന്നിവയോടെയാണ് സംഗമം നടന്നത്. സമാപന സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അത് ഉത്പാദനത്തിന്റെ ഒരു കണക്ക് വന്നു നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കണക്കാണ്, ഒരു കാര്യമാണ്. അതിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ അടക്കം അളവിലെത്തിയത് മാത്രമല്ല ഗുണനിലവാരത്തിൽ കൂടി എത്തുകയാണ്. സൊസൈറ്റിയിലേക്ക് കൊണ്ടിരുന്ന പാൽ മായം ചേരാത്ത പാലാണ്. സൊസൈറ്റിയുടെ മിൽമയിലേക്ക് എത്തിക്കുന്ന പാൽ മായം ചേരാത്ത പാലാണ്. അത് വ്യവസായത്തിന്റെ ഭാഗമായി അത് മിൽമ പാക്കറ്റിലാക്കി എത്തിക്കുന്ന പാൽ മായം ചേരാത്ത പാലാണ്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് മായം ചേരാത്ത അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ എന്തെങ്കിലും ചേർന്നിട്ടില്ലാത്ത ശുദ്ധമായ പാൽ എത്തുന്നു എന്നത് കൂടി. വിരമിച്ച ജീവനക്കാർക്കുള്ള ആദരവും പ്രശ്നോത്തരി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും H. സലാം വിതരണം ചെയ്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ V. ഷരീഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ PV. ലതീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M. ഷീജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ NK ബിജുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, ജനറൽ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ V. ധ്യാനസുധൻ, G. സുധീഷ് ബാബു, B. ആശ, P. സുനിമോൾ, രശ്മി മാനുവൽ, SS. ശിവപ്രസാദ്, S. അഖിൽ പ്രസാദ്, K. ഇന്ദിര, P. സുനിത എന്നിവർ സംസാരിച്ചു. ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ P. രമ്യ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മദ്യാസക്തി മൂലമുള്ള പ്രശ്നങ്ങൾ ഗാർഹിക അന്തരീക്ഷ സംഘർഷഭരിതമാക്കുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി പറഞ്ഞു. ജില്ലാതല അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. മദ്യപാനാസക്തി മൂലമുള്ള പ്രശ്നങ്ങൾ ഗാർഹിക അന്തരീക്ഷത്തെ സംഘർഷഭരിതമാക്കുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി പറഞ്ഞു. സംസ്ഥാന വനിതാ കമ്മീഷൻ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അധ്യക്ഷ. മദ്യപാന ആസക്തിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഗാർഹിക ചുറ്റുപാടുകളെ വലിയ വിധത്തിൽ സങ്കീർണമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് പരാതികളുടെ ഒരു പൊതു സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷത്തിൽ അത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ, കുട്ടികളുടെ പഠനത്തെ തന്നെ വളരെ ദോഷകരമായിട്ടുള്ള രൂപത്തിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് കമ്മീഷൻ്റെ മുമ്പാകെ എത്തിയിട്ടുള്ള കേസുകളിൽ വെച്ച് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളും വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അയൽവാസികൾ തമ്മിൽ കലഹം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് അതിർത്തി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മദ്യപിച്ചു വന്ന് അയൽവാസികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ കമ്മീഷൻ്റെ മുമ്പാകെ എത്തിയിട്ടുണ്ട്. പല കേസുകളിൽ ജില്ലയിലെ അദാലത്തിൽ ലഭിച്ച പരാതികളിൽ നല്ലൊരു ശതമാനവും ഗാർഹിക ചുറ്റുപാടുകളിലെ പ്രശ്നങ്ങളായിരുന്നു. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുട്ടികളുടെ മാനസിക നിലയെയും പഠനത്തെയും ദോഷകരമായി ബാധിക്കുന്നതായും അയൽപക്ക അതിർത്തി തർക്കങ്ങളും മദ്യപാനത്തെ തുടർന്നുള്ള അയൽപക്ക കലഹങ്ങളും കമ്മീഷന് മുമ്പാകെ എത്തിയിട്ടുണ്ട്. പല കേസുകളിലും പരാതി കൊടുത്താലും പോലീസ് സമയബന്ധിതമായി ഇടപെടുന്നില്ല എന്ന ആക്ഷേപവും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. സ്ത്രീകളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് ജാഗ്രത പുലർത്തണമെന്നും കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. പരാതികൾ ലഭിക്കുമ്പോൾ അന്വേഷിച്ച് ആവശ്യമായ തുടർ നടപടികൾ എടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടവയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും വേണമെന്നും അധ്യക്ഷ പറഞ്ഞു. കമ്മീഷന് മുമ്പാകെ എത്തുന്ന പരാതികളിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ പോലീസിനോട് റിപ്പോർട്ട് തേടുകയാണ് കമ്മീഷൻ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് സമയബന്ധിതമായി റിപ്പോർട്ട് ലഭിക്കാത്ത സ്ഥിതിയുണ്ടെന്നും അധ്യക്ഷ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ 62 പരാതികളാണ് പരിഗണിച്ചത്.
15 കേസുകൾ തീർപ്പാക്കി. 10 കേസുകളിൽ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് 3 കേസുകളും ജാഗ്രതാ സമിതിക്ക് 2 കേസുകളും കൈമാറി. 32 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. അദാലത്തിൽ പുതുതായി 4 പരാതികളും ലഭിച്ചു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച അദാലത്തിൽ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിക്കൊപ്പം കമ്മീഷൻ അംഗമായ VR മഹിളാമണിയും പങ്കെടുത്തു. പാനൽ അഭിഭാഷകരായ അഡ്വക്കേറ്റ് ജീനു എബ്രഹാം, അഡ്വക്കേറ്റ് രേഷ്മ ദിലീപ്, വനിതാ സെൽ SI എന്നിവരും കമ്മീഷനെ സഹായിക്കാനുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി വിജയന് മുഖ്യമന്ത്രിയായി തുടരാൻ ധാർമ്മികാവകാശമില്ല എന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ RSP സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത കളക്ടറേറ്റ് ധർണയുടെ ഭാഗമായി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ പെൻഷൻ റിപ്പോർട്ട് തള്ളിക്കളയുക, നിർത്തലാക്കിയ DA പുനഃസ്ഥാപിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സുഹൃത്തുക്കളും സഹപാഠികളുമായ 5 ചിത്രകലാ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചിത്ര പ്രദർശനം ശ്രദ്ധയാകർഷിച്ചു. ആലപ്പുഴ നഗരചത്രത്തിലെ ലളിതകലാ അക്കാദമി ഹാളിലാണ് വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. KST ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തി. VP ചിത്തരഞ്ജൻ MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തട്ടാശ്ശേരി കടവിൽ ആറ്റുകൊഞ്ചിനെ നിക്ഷേപിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.